ഹലോ പ്രിയരി തരങ്ങണി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായി നമ്മുടെ കുട്ടികൾക്ക് വൃക്ഷത്തൈകൾ കൊടുക്കുന്ന ചടങ്ങ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ശ്രീ സത്യശീലൻ ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാ നല്ലവരായ നാട്ടുകാരെയും സാദരം ഇവിടേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. തയ്യൊക്കെ റെഡിയല്ലേ? പിന്നെ അതൊക്കെ സെറ്റല്ലേ? നീ ഒന്ന് എന്നെ മണക്കുന്നുണ്ടല്ലോടാ, സത്യം പറ. തൈ വാങ്ങിക്കാൻ വെച്ചിരുന്ന കാശെടുത്ത് നീ കളുമുന്തിയോ? അത് സുരേണം തന്നത്. മാസം മാസം ഇതേപോലെ എന്തെങ്കിലും പരിപാടി തട്ടിക്കൂട്ടിയാലേ ഗ്രാൻഡ് കിട്ടും. അതില്ലാതാക്കരുത്. ഞാനങ്ങനെ ചെയ്യൂ. എന്നാ നിനക്ക് കൊള്ളാം. നീ പോയാ പിള്ളേർക്ക് ഈ ഫ്ലാഗ് ഒക്കെ എടുത്തുവിടും. പിടിച്ചോ 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 പിടിച്ചോ. എനിക്ക് പറഞ്ഞെന്താ വന്ദേ മാതരം. പ്രിയരെ, കുട്ടികൾക്ക് വൃക്ഷത്തൈകൾ നൽകുവാനായി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ശ്രീ സതീശനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുട്ടികൾ ഓരോരുത്തരായിട്ട് വന്ന് ഈ വൃക്ഷത്തെ സ്വീകരിച്ചോണ്ട് പോണം കേട്ടോ. രണ്ടു വാക്ക് സംസാരിക്കാനായി നമ്മുടെ പഞ്ചായത്ത് മെമ്പറെ ക്ഷണിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, കുഞ്ഞുകുട്ടികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓരോ സ്വാതന്ത്ര്യദിനവും നമുക്ക് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ആഘോഷങ്ങൾക്കും അപ്പുറം എന്ത് സ്വാതന്ത്ര്യമാണ് നമ്മൾ നേടിയിട്ടുള്ളതെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമ്മളാരും നേടിയെടുത്തതല്ല. പല മഹത് വ്യക്തിത്വങ്ങളും കുഴിച്ചു വെച്ചാൽ മതി, വേറെ ഓടിക്കോളും. ഇത് പക്ഷേ ആഫ്രിക്കൻ പ്ലാവാ. വൃക്ഷത്തൈകൾ നൽകാൻ ഈ ദിനം തെരഞ്ഞെടുത്തത് പ്രശംസനീയമാണ്. എന്നിരുന്നാലും എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കൊടുത്തതൊക്കെ ഒരു വൃക്ഷത്തൈയാണോ? ഇതിന് പകരം വല്ല ഈട്ടുതൈയോ തേക്കിൻ തൈയോ കൊടുത്തിരുന്നെങ്കിൽ എന്ത് നന്നായേനെ. അതാകുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മുറിച്ചു വെച്ചാൽ നല്ല വില കിട്ടൂലേ. ഉദാഹരണം പറയുകയാണെങ്കിൽ 19 വർഷം പഴക്കമുള്ള ആ ഘടാകരിയൻ നമ്മളെ പറ്റിച്ചതാ. പക്ഷെ ചില ആളുകൾ പറയുന്നുണ്ട് ഞാൻ അതിൽ നിന്ന് ഞങ്ങളുടെ മൊത്തം 8 പേരുണ്ട്. അത് ചന്ദനം മുതലായ വൃക്ഷങ്ങൾ നടുന്നതിലുള്ള വിപണി സാധ്യത നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കണം. കളിക്കാൻ പോക്കോട്ടോ എന്ന് ചോദിച്ചു. വൃക്ഷങ്ങളെ പറ്റി പറയുമ്പോൾ ആമസോൺ കാടുകളെ പറ്റി പറയേണ്ടതുണ്ട്. അതെന്താ ഇവിടുത്തെ കാട്ടിലെങ്ങും മരങ്ങളില്ലയോ? അത് പോട്ടെ, നമുക്ക് വരും തലമുറയുടെ ഭാവിയെ പറ്റി ചർച്ച ചെയ്യാം. ഇന്നത്തെ തലമുറ രാസലഹരിക്ക് അടിമപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ടി വി തുറന്നാൽ കാണുന്ന വാർത്തകൾ എന്താണ്? ഗ്രാമിന് 1500 2000 കൊടുത്ത് ക്രിസ്റ്റൽ രൂപത്തിലുള്ള രാസവസ്തുക്കൾ വാങ്ങി അത് ഇടിച്ച് പൊടിച്ച് നോട്ട് കൊണ്ട് മൂക്കിലേക്ക് വലിച്ചു കയറ്റുമ്പോൾ കിട്ടുന്ന സ്വർഗം അത് നിമിഷ നേരത്തേക്ക് മാത്രമാണുള്ളത്. മക്കളെ, നമ്പറുണ്ടോ മോഡയില്ല? നിങ്ങൾ അതിന് അടിമപ്പെടാതിരിക്കുക. ഇപ്പോഴും അവന്റെ കാണാൻ 100 ഗ്രാം. കുട്ടികളെല്ലാം പോയതിനാൽ എനിക്കിനി പറയാനുള്ളത് രക്ഷിതാക്കളോടാണ്. ഇന്റർനെറ്റിന്റെ മായിക ലോകത്ത് ഒളിഞ്ഞിരിക്കുന്ന കതികുഴികൾ രക്ഷിതാക്കൾ ആദ്യം മനസ്സിലാക്കണം. കുട്ടികളുടെ സെർച്ച് ഹിസ്റ്ററി നമ്മൾ രക്ഷിതാക്കൾ ആദ്യം ചെക്ക് ചെയ്യണം. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടിട്ട് ഞാൻ ഗൂഗിളിൽ സുമിത്ര മേനോൻ ഹോട്ട് വീഡിയോസ് എന്ന് സെർച്ച് ചെയ്തപ്പോൾ കണ്ട കാഴ്ച ലജ്ജിപ്പിക്കുന്നതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇയാൾ ഇന്നലെ സെർച്ച് നോക്കി പറയാൻ പറ്റത്തില്ല, കൂടുതലുള്ള കൂട്ടത്തിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. എടാ വഴി വെളിച്ചവനെ, നീയായിട്ട് പിള്ളേരെ വഴി തെറ്റിക്കരുത് കേട്ടോ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു?